പല വർണ്ണങ്ങളിൽ പാവകളെപ്പോലെ കാറ്റിലാടി തുള്ളിക്കളിക്കുന്ന പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റിനെ പരിചയപ്പെട്ടാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എല്ലാവർക്കും ഒരിക്കൽ കൂടി ലീഫ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് ഡാൻസിങ് ഡോൾ എന്നറിയപ്പെടുന്ന ഫ്യൂഷ്യ പ്ലാന്റ്. അതിൻ്റെ ഒരുപാട് നിറങ്ങൾ നമ്മളെടുത്ത് അവൈലബിൾ ആണ്. ഇവയിൽ കൂടുതലും മിനിയേച്ചർ ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഹൈറ്റ് വെച്ച് പോവാതെ പെട്ടെന്ന് തന്നെ പൂക്കളുണ്ടാകുന്നു. അല്പം കെയറിങ് ആവശ്യമായ ഒരു പ്ലാന്റ് തന്നെയാണ് ഫ്യൂഷ്യ പ്ലാന്റ്സ്. ഇവയ്ക്ക് പോട്ടി മിക്സ് ആയിട്ട് കൂടുതൽ അടിവളങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന് പകരമായിട്ട് ലീഫ് മോൾഡും അതുപോലെ തന്നെ നല്ല ഗാർഡൻ സോയിലും ചേർത്തൊരു മിക്സാണ് ആവശ്യം. ഓവർ വാട്ടറിങ് ആവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ ഒരുപാട് പോട്ടി മിക്സ് അങ്ങോട്ട് ഡ്രൈ ആയി പോവാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. ഫ്യൂഷ്യ പ്ലാന്റ്സിന് ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല. നല്ല വെളിച്ചമുള്ള ഭാഗത്ത് ചെറിയൊരു ഷെയ്ഡിൽ വളർത്തുന്നതാണ് ഏറ്റവും ഉത്തമം. ഫ്യൂഷ്യ പ്ലാന്റ്സുകൾക്ക് അടിവളം അധികമായിട്ട് വേണ്ടെന്ന് പറഞ്ഞു. മാസത്തിൽ ഒരു തവണ NPK ഒരു 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് സ്പ്രേയിങ് കൊടുക്കാം. അതുപോലെ തന്നെ കാൽഷ്യം നൈട്രേറ്റ് സ്പ്രേയിങ് ആയിട്ട് കൊടുക്കാം. വേറെ മറ്റൊന്ന് ചെയ്യേണ്ടത് മൈക്രോ ന്യൂട്രിയൻറ്റ് ഇവയൊക്കെ നമുക്ക് ഈ ഫെർട്ടിലൈസേഴ്സൊക്കെ നമുക്ക് വളക്കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. അതുകൂടാണ്ട് ഈ ഫെർട്ടിലൈസേഴ്സിൻ്റെയൊക്കെ ലിങ്ക് ടാഗ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇത് കൂടാണ്ട് നിങ്ങൾ ജൈവികമായിട്ടുള്ള കമ്പോസ്റ്റൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവയുടെ സ്ലറിയൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് സ്പ്രേയിങ് ആയിട്ട് കൊടുക്കാവുന്നതുമാണ്. ഒരു സെൻസിറ്റീവ് പ്ലാന്റ് തന്നെയാണ് ഈ ഫ്യൂഷ്യ പ്ലാന്റ്. ഇവയുടെ ലീഫുകൾക്കടിയിൽ നീരൂറ്റി കുടിക്കുന്ന ചെറു പ്രാണികളുടെയൊക്കെ ഒരു ശല്യം ഉണ്ടാവുന്നതായിട്ട് കാണാറുണ്ട്. അവയ്ക്ക് നമുക്ക് പെസ്റ്റിസൈഡ് ഏതെങ്കിലും നിങ്ങൾക്ക് വളക്കടകളിൽ നിന്നും കൂടുതൽ മാരകമായ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള ഏതെങ്കിലും പെസ്റ്റിസൈഡ് വാങ്ങിയിട്ട് സ്പ്രേയിങ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ പുകയില കഷായം തയ്യാറാക്കാം. അതിനായിട്ട് ചെറിയൊരു കഷ്ണം പുകയിലയും അലക്ക് സോപ്പും നന്നായിട്ട് തിളപ്പിച്ച് അതൊന്ന് അരിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് നീം ഓയിലും കൂടെ ആഡ് ചെയ്തിട്ട് സ്പ്രേയിങ് ആയിട്ട് കൊടുക്കാം. ഈ സൈസിലുള്ള 5 പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് കോംബോ ആയിട്ട് അയച്ചു തരുന്നത്. പ്ലാന്റ് സൈസ് കണ്ടല്ലോ, അധികം ഹൈറ്റ് ഉള്ള പ്ലാന്റ്സ് അല്ല, ഡോഫ് വെറൈറ്റിയാണ്. വിത്തൗട്ട് പോട്ടായിട്ടാണ് നമ്മൾ അയക്കുക. 5 പ്ലാന്റിന് 799 രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് കേരളത്തിൽ എവിടെയായാലും പോസ്റ്റൽ വഴി അയച്ചു തരുന്ന പ്രൈസ് വരുന്നത്. ഇത് ഞാനൊരു പൂവുള്ള പ്ലാന്റ് എടുത്തു കാണിച്ചതാണ്. ഈ പ്ലാന്റ് സൈസിൽ കണ്ടില്ലേ, എല്ലാ പ്ലാന്റ്സും തന്നെ പൂക്കളായവയല്ല. ഇതുപോലെ ചെറിയ കവറുകളിലോ പോട്ടിലോ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ഫ്യൂഷ്യ പ്ലാന്റ്സിനെ വളർത്തിയെടുക്കാം. ഇതുപോലെ ഒരുപാട് ഫ്ലവറിങ് പ്ലാന്റ്സുകൾ ഇന്ന് ലീഫ് ഗാർഡനിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണ്ട പ്ലാന്റ്സുകൾ ഏതാണെന്ന് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ച് എൻക്വയറി ചെയ്താൽ മതിയാകും. നിങ്ങൾ ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്തോളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.